ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ ഡയറ്റിൻ്റെ സമയത്ത് വൈറ്റ് റൈസ് കഴിക്കാതിരിക്കാറുണ്ടോ? വൈറ്റ് റൈസ് കഴിച്ചുകൊണ്ട് എങ്ങനെ ഡയറ്റ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. 100 ഗ്രാംസ് വൈറ്റ് റൈസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 130 കലോറീസേ ഉണ്ടാവുള്ളൂ. അന്ന സ്ഥാനത്ത് 100 ഗ്രാംസ് വീറ്റ് എടുക്കുകയാണെങ്കിൽ 350+ കലോറീസ് നമുക്ക് കിട്ടും. ഇതിനകത്ത് പ്രശ്നം പറഞ്ഞാൽ എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റ് റൈസിൽ അധികം ഫൈബറും പ്രോട്ടീൻ സോഴ്സും ഇല്ല. ഈ ഫൈബറും പ്രോട്ടീൻ സോഴ്സും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിച്ചാലും നമുക്കത് ഫില്ലായിട്ടുള്ള ഒരു ഫീല് കിട്ടില്ല. എത്ര വേണമെങ്കിലും നമുക്കിത് കഴിച്ചുകൊണ്ടിരിക്കാനേ പറ്റും. അപ്പോഴാണ് ആക്ച്വലി ഈ കലോറീസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് ഡെപ്പോസിറ്റ് ആയിട്ട് വയറ് കൂടാനും ഒബിസിറ്റിയിലോട്ടും പോകാൻ കാരണമാവുന്നത്. ശരിക്കും കോമഡി എന്താണെന്ന് വെച്ചാൽ വീറ്റിനെയും കാട്ടിയും ഓട്സിനെയും കാട്ടിയും ഒക്കെ കലോറി കുറവാണ് വൈറ്റ് റൈസിലുള്ളത്. ഇതിനുള്ള സൊല്യൂഷൻ വളരെ സിമ്പിളാണ്. 100 ഗ്രാംസ് വൈറ്റ് റൈസ് കഴിക്കുകയാണെങ്കിൽ അതിന് മുന്നായിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പ്രോട്ടീൻ സോഴ്സ്, ഫിഷ്, പനീർ, ടോഫു, എഗ്ഗ് ഇതൊക്കെ കഴിച്ച് വയറ് ഫില്ല് ചെയ്യുന്നതിന് ശേഷം മാത്രം വൈറ്റ് റൈസ് കഴിക്കാം. ഇതുപോലുള്ള ടിപ്സിനായിട്ട് ഫിറ്റ് വിത്ത് ദിൽസിൽ ഫോളോ ചെയ്യാം. ഡയറ്റ് പ്ലാനിന് വേണ്ടി ഡീറ്റാ പാറ്റേജ് ജോയിൻ ചെയ്യാം.